അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനു ഇസ്രാഈലിലെ ഒരു അടിമ അള്ളാഹുവിന് വേണ്ടി 60 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നു. അയാളുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും റബ്ബിനെ ഓർത്തുകൊണ്ട് ദുനിയാവിൻ്റെ ഒരു ചിന്തയുമില്ലാതെ കുടുംബമോ കൂട്ടുകാരോ അതൊന്നും ചിന്തിക്കാതെ അവരുമായി ഒരു ഇടപാടുമില്ലാതെ 60 കൊല്ലം റബ്ബിന് വേണ്ടി മാത്രം ഇബാദത്തിലായി മനുഷ്യന്മാരിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇബാദത്തെടുക്കുകയാണ്. അങ്ങനെ ധാരാളം അയാളിങ്ങനെ ഇബാദത്തെടുക്കുമ്പോൾ അയാൾക്ക് ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. നിങ്ങളെക്കാൾ ഖൈറ്, നിങ്ങളെക്കാൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടം ഈ നാട്ടിലുള്ള ഒരു ചെറുപ്പ് കുത്തി നാട്ടുകാരൊക്കെ നിസ്സാരപ്പെടുത്തുന്ന ആ ചെറുപ്പ് പണിക്കാരനാണ് എനിക്ക് ഈ നാട്ടിൽ തന്നെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളു എന്ന് അയാൾക്കൊരു സ്വപ്നം കാണുകയാണ്. ആദ്യം സ്വപ്നം കണ്ടപ്പോഴൊക്കെ അത് വെറുതെ എന്തോ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇയാൾ ചിന്തിക്കുകയാണ്, ഇയാളെപ്പോലെ ആ നാട്ടിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരാളുമില്ല. ഇയാൾ കിബിറിന്റെ ചിന്തിക്കുകയാണ്, സ്വാഭാവികമാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളുമില്ല. ഒരു നിമിഷം പോലും അള്ളാഹുവിൻ്റെ ചിന്തയല്ലാതെ അയാൾ ജീവിക്കുന്നില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ ആ നാട്ടിൽ തന്നെ അയാൾ തന്നെയാണല്ലോ ഖൈറ്. അങ്ങനെ ഒരു ചിന്ത വരുന്നത് തെറ്റല്ലല്ലോ. അപ്പൊ അങ്ങനെ അയാൾ ചിന്തിച്ചിരിക്കുകയാണ്, ഞാനായിരിക്കും ഈ നാട്ടിൽ തന്നെ കൂടുതൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നവൻ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടവൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്വപ്നം അദ്ദേഹത്തിന് കാണുന്നു. പ്രാരംഭത്തിൽ അത് വലിയൊരു വിഷയമാക്കില്ല, അത് വെറുതെ എന്തോ അങ്ങനെ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. പക്ഷേ അയാൾ പിന്നീട് പല പ്രാവശ്യം ഈ സ്വപ്നം അദ്ദേഹം കാണുകയാണ്. നിങ്ങളല്ല ഖൈർ, നിങ്ങളെക്കാൾ ഖൈർ ആ ചെറുപ്പ് കുത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അത്ഭുതപ്പെടുകയാണ്, ഇയാൾ അതിശയപ്പെടുകയാണ്. എന്തായിരിക്കും, ഞാൻ ഇത്രയെല്ലാം വിഭാഗത്തെടുത്തിട്ട് പോലും അദ്ദേഹമാണ് എന്നെക്കാൾ ഖൈറെന്ന് പറയുമ്പോൾ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അയാളതാ ഒരു നിലക്കും നാട്ടിലേക്കോ ഇറങ്ങാത്ത അദ്ദേഹം അതാ ഒരു ദിവസം ഇറങ്ങുകയാണ്. അയാളൊന്ന് കാണണം, അയാളെ കൊണ്ട് എന്താണ് അയാൾ ചെയ്യുന്ന ഇബാദത്ത് അതൊന്ന് മനസ്സിലാക്കണമെന്ന് കരുതി അദ്ദേഹം അതാ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം അതാ ആ പറയപ്പെട്ട ആ ചെറുപ്പ് കുത്തിയെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക്, എല്ലാവരും നിസ്സാരമായി കാണുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം വരികയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇദ്ദേഹത്തിനെ കുറിച്ച് നാട്ടിൽ തന്നെ വലിയ മഷ്ഹൂരാണ്, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആളാണ്. ഇയാളെപ്പോലെ നമ്മളൊന്ന് ഇബാദത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലേ എന്ന് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ഇദ്ദേഹം ഈ ചെറുപ്പ് കുത്തിയ ആള് അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിനും വല്ലാത്ത ബഹുമാനാണ്. ഇദ്ദേഹത്തിനെ കണ്ടപാടെ ബഹുമാനത്തോടുകൂടെ സ്വീകരിക്കുകയാണ്, കൈ ചുംബിക്കുകയാണ്. അല്ല, നിങ്ങളെന്തേ ഇങ്ങോട്ട് ഇറങ്ങിയത്? സ്വാഭാവികമായി നിങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങലില്ലല്ലോ, നിങ്ങളൊന്നും ഇബാദത്തിലാണല്ലോ, ഇങ്ങോട്ടെന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ ആബിദായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്നെ ഇങ്ങോട്ട് ഇറക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നങ്ങളൊക്കെയും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അല്ല മനുഷ്യ, നിങ്ങൾ എന്താണ് അല്ലാഹുവിന് ഇഷ്ടപ്പെടാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. എന്നെയൊന്നുമില്ല, നിങ്ങൾ കാണുന്ന ഈ ചെറിയ പണി, ഈ ചെറിയ നിലക്കുള്ള ഇബാദത്തല്ലാതെ വേറൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ നിർബന്ധിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കൂടുതലൊന്നുമില്ല, ഒരു ചതിയും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്. അതേ, രാവിലെ വന്ന് വൈകുന്നേരം ഇവിടെ അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൽ നിന്ന് പകുതിയും ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നു. അതിന്ന് പകുതി മാത്രമേ ഞാനും എൻ്റെ കുടുംബത്തിലേക്ക് ഉപയോഗിക്കുന്നത്, അതായിരിക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കി അത് തന്നെ ആയിരിക്കാം എന്ന് കരുതി അയാൾ വീണ്ടും തൻ്റെ ഇബാദത്ത് പുറയിലേക്ക് പോയി ഇങ്ങനെ ഇബാദത്തെടുക്കുകയാണ്. പക്ഷേ സ്വപ്നം അവിടെ നിന്നില്ല. വീണ്ടും പറയാണ്, ഇല്ല, നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിനിക്ക് വലിയും വേറെ കുറെ നന്മകളൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, അല്ല, നിങ്ങൾ ഇന്നലെ പറഞ്ഞ ആ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ പ്രത്യേകമായി എന്തോ ഒരു നല്ല കൽബ് ശുദ്ധിയോടുകൂടെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന എന്തോ
ഒരു നല്ല അമല് നിങ്ങളെ കയ്യിലുണ്ട്, അത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ കുറെ നിർബന്ധിപ്പിച്ചപ്പോൾ അവസാനമായി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതേ, ഞാൻ ഈ ദുനിയാവിലുള്ള ആരെ കണ്ടാലും ഞാൻ ചിന്തിക്കുന്നത് ഹുവ ഖൈറും മിന്നി, അദ്ദേഹം എന്നെക്കാൾ ഖൈറാണ്, എന്നെക്കാൾ ഖൈറാണ്, ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും പാവപ്പെട്ടവൻ, ഏറ്റവും നിസാരപ്പെട്ടവൻ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവൻ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് എന്നും ഭയം വരികയാണ്. അദ്ദേഹം എത്ര ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം എത്ര ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പേടിയാണ്. ഞാൻ ഇന്നുവരെ ഒരുത്തനെക്കുറിച്ചും അവനേക്കാൾ ഖൈർ ഞാനെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ മറുപടി കേൾക്കുമ്പോഴേക്ക് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇത് തന്നെയാണ് ഇയാൾ അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം, അല്ലാഹു എന്നെ തിരുത്താനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം ചിലപ്പോൾ ഞാൻ ഇത്രയെല്ലാം ഇബാദത്തെടുത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ സ്വാഭാവികമായി ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്, എൻ്റെ ഈ നാട്ടിലാരും ഇതുപോലെ ഇബാദത്ത് ചെയ്യുന്നവരില്ല എന്ന്. അതിനെ തിരുത്താൻ വേണ്ടിയാണ് റബ്ബ് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുവന്നത്. ആ സ്വഭാവമാണ്, ആ ചിന്തയാണ് ഞാൻ തിരുത്തേണ്ടത്. ഞാൻ ഒരിക്കലും ഖൈറല്ല, എന്നെക്കാൾ ഖൈർ, എന്നെക്കാൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, റബ്ബ് എന്നെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സന്ദർഭങ്ങളൊക്കെയും അല്ലാഹു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തെ എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, അതേ, നമ്മളെക്കാൾ എത്രയോ ഖൈറുള്ളവർ, അള്ളാഹുവിനെ എത്രയോ ഇഷ്ടപ്പെട്ടവർ, അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ടവർ എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്കെയും ബഹുമാനിക്കുന്നവരാകണം. കുറച്ച് ഇബാദത്തുണ്ടാവുമ്പോഴേക്ക് ഞാൻ നല്ലവനാണുള്ള ചിന്ത ഒരിക്കലും വന്നുപോകരുത്. അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.